പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനത്തിൻ്റെ ഞെട്ടലിലാണ് കേരളത്തിൽ കോൺഗ്രസും UDFും. കേരളത്തിൽ ഇത് ഏറ്റവും ബാധിക്കുന്ന മണ്ഡലമെന്നത് വടകര ലോക്സഭാ മണ്ഡലമാണ്. അച്ഛൻ്റെ ആത്മാവ് പൊറുക്കില്ലെന്ന K മുരളീധരൻ്റെ വൈകാരിക പ്രകടനത്തിലൂടെ അതിജീവിക്കാനാകുമോ വടകര ലോക്സഭാ മണ്ഡലത്തിൽ? KK ശൈലജ ടീച്ചർക്ക് കാര്യങ്ങൾ എളുപ്പമാകുന്ന അവസ്ഥയിലേക്ക് മാറുമോ? നമുക്ക് നോക്കാം. അല്ല, ഇവര് ജയിച്ചു പോയി എന്താ കാര്യം? കോൺഗ്രസ് ജയിച്ചു പോയിട്ട് വിലക്ക് വാങ്ങാൻ അങ്ങ് BJP നിൽക്കുന്നുണ്ടല്ലോ. വടകര ശൈലജ ടീച്ചർ 51 വെട്ട് ജനങ്ങളെ മനസ്സെന്തായിരിക്കില്ല, ഇതുവരെ പോയിക്കില്ല. ഇപ്പം UDF തന്നെയാണ്. UDF ആയിരിക്കും. കൈയടിച്ച് വളഞ്ഞു തച്ചോളി ഒതയനും ആരോമൽ ചേകവരും ഉണ്ണിയാർച്ചയുമെല്ലാം അംഗം വെട്ടിയ മണ്ണ് കടത്തനാട് കളരിയുടെ ഒരു പാരമ്പര്യം കൂടെയുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചിത്രം തെളിഞ്ഞിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് വേണ്ടി KK ശൈലജ ടീച്ചർ, UDFിന് വേണ്ടി K മുരളീധരൻ. ഏകദേശം ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. CR പ്രഫുൽകൃഷ്ണനാണ് BJPക്ക് വേണ്ടി മത്സര രംഗത്തുള്ളത്. കടത്തനാടിൻ്റെ മണ്ണ് ഇത്തവണ ആര് സ്വന്തമാക്കുമെന്നറിയാം. നമുക്ക് കളരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. പെൻഷനൊന്നും കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് സർക്കാരിന് കൊടുക്കാനുള്ള പൈസ കൊടുത്താൽ പെൻഷൻ കൊടുക്കും. കടത്തനാട് KPCGM കളരിയിലാണ് ഞാനുള്ളത്. 60 വർഷത്തിലധികം പാരമ്പര്യമുണ്ട് കളരിയായിട്ട് ബന്ധപ്പെട്ട്. അതെ, നമ്മുടെ കടത്തനാട് എന്ന് പറയുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ പൊന്നത്തങ്കത്തിൻ്റെയും ഒക്കെ നാടാണ്, അംഗം വെട്ടുന്നവരുടെ നാടാണ്. എന്താണ് ഒരു കളരിയുടെ തുടർച്ച ഇപ്പോഴും ഒരു വടകരയിൽ? കളരിയുടെ തുടർച്ച എന്ന് പറയുന്നത് പഴയകാലത്തൊരു വിശ്വാസമുണ്ട്. പഴയകാല വിശ്വാസം നല്ല പൂർവ്വകാലത്ത് ഈ കളരി അഭ്യാസികളാണ് എല്ലാവരും എന്നുള്ളതാണ്. ആ വിശ്വാസം വീണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാ കളരികളും സജീവമാണ്. ഈ വടകരയുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലമൊക്കെ എടുക്കുന്ന സമയത്ത് ഈ അംഗം വിട്ടുന്നതിൽ ഭയങ്കര വാശിയാണ്. അത് രാഷ്ട്രീയത്തിൻ്റെ എല്ലാത്തിൻ്റെയും തുടർച്ചയിൽ നമുക്ക് ഈ സാധനം കാണാം. ഈ ഒരു ചരിത്രത്തിൻ്റെ ഭാഗം തന്നെ ആയിരിക്കും ഇത്. തീർച്ചയാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും എടുത്തു നോക്കണമെങ്കിൽ ഇപ്പോൾ ആയുധപ്പോരെന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഇലക്ഷൻ്റെ ഒരു പോരാണ് ഇപ്പോൾ. അപ്പം അതിൽ പല ചൂടുകളും അവർ നോക്കിയിരിക്കാം, പല തഞ്ചങ്ങളും അവർ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. എല്ലാത്തിൻ്റെയും ഒരു തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കളരിയിൽ പൊതുവെ പറയാറുണ്ട്, ചുവടുകളെ കുറിച്ചാണല്ലോ പറയാറ്. ഈ കള്ളച്ചുവട്, അതിപ്പം എനിക്ക് തോന്നുന്നു വടകരയുടെ ഒരു പശ്ചാത്തലം എടുത്തു കഴിഞ്ഞാൽ കള്ളച്ചുവടിനെ വടകര അംഗീകരിച്ചു കൊടുക്കുന്നൊരു പാരമ്പര്യം ഇല്ല. ഒരിക്കലും ഇല്ല. കള്ളച്ചുവടുകളുണ്ട്. അതൊരു ഒരു പരാജയം തന്നെയാണത്, കള്ളച്ചുവട് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അംഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പോകുന്ന സമയത്ത് ഈ ചുവടിൽ എന്ത് മുറയെടുത്താലും വിജയിച്ചു കയറണം എന്നുള്ളതാണ് മുന്നണികളുടെ രാഷ്ട്രീയം. എന്തായാലും നമ്മൾ ഇവിടുന്ന് തുടങ്ങാം. ഓക്കെ, നമസ്കാരം. എന്താണ് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ തുടങ്ങിയോ? എന്നാലും UDFിൻ്റെ കുറവാണ്, LDFിൻ്റെ ആളുള്ളൂ. ഇപ്പോൾ LDF ആണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നിൽ. തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വരാനിരിക്കുന്നുണ്ടാവും. എന്തായാലും UDF തന്നെയാണ് വടകര. UDFിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ ഒരു ഉറച്ച കോട്ടയായിരുന്നല്ലോ ഒരു കാലത്ത്, ഒരു പണ്ട്, അത് വളരെ പണ്ട്. ഇപ്പം UDF തന്നെയാണ്. UDF ആയിരിക്കും. എന്നാലും ഒരു വോട്ട് കുറച്ച് പോവും. ഓക്കെ, കോഴിക്കോടിന് വലിയങ്ങാടി എന്ന പോലെ തന്നെ വടകരയ്ക്ക് പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അടക്കാത്തെരുവ്. 150-200 കൊല്ലം മുമ്പേ ഉള്ള അടക്കാത്തെരുവ് തന്നെയാണ് വിളിക്കല്. പണ്ട് അങ്ങനെ അടക്ക ഉണ്ടാവുമായിരിക്കും. അടക്ക പൊളിച്ചിട്ട് പറഞ്ഞിട്ടെല്ലാം ഇവിടെ തന്നെ റെഡിയാക്കിയിട്ടെല്ലാം കൊടുക്കുന്നുണ്ടാവുമായിരിക്കാം. കൊപ്രയാണ് മെയിൻ ബിസിനസ് ഇവിടെ. കൊപ്രേൻ്റെതാണ്, ബോഡ കൊപ്ര. എന്താണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു അവസ്ഥ? എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പിന്നെ ഇടത് മുന്നണി വരുവാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പല ഇത് സംഗതികളുള്ളത് കൊണ്ട്. അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം നന്നായിട്ട് ഭരിച്ചിരിക്കുന്നു. ഒരു 100% ശൈലജ ടീച്ചർ ജയിക്കും, അത് ഉറപ്പാണ്. ഇപ്പം അവസ്ഥ നോക്കുകയാണെങ്കിൽ മുരളിക്കാണ് ചാൻസ് കൂടുതലായിട്ട് കാണുന്നത്. ഈ കാണുന്ന ഏറാമല ഗ്രാമപഞ്ചായത്താണ് വടകര ലോക്സഭാ മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിമറിക്കുന്നത്. 2009 പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജനതാദളിന് കൈമാറുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്നാണ് RMP രൂപീകരിക്കുന്നത്. RMP രൂപീകരണത്തിന് ശേഷം ഇങ്ങോട്ട് വടകര ലോക്സഭാ മണ്ഡലത്തിൽ LDFിന് പച്ച തൊടാനായിട്ടില്ല. കണക്കുകൾ നോക്കാം.
കൂത്തുപറമ്പ്, തലശ്ശേരി, നാദാപുരം, വടകര, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളടങ്ങുന്ന വടകര ലോക്സഭാ മണ്ഡലം എന്നത് LDFിനെ സംബന്ധിച്ച് ഉരുക്കുകോട്ടയായിരുന്നു. 2009 RMP രൂപീകരിക്കുന്നു. TP ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു. ഈ ഒരു തെരഞ്ഞെടുപ്പോട് കൂടിയാണ് UDFിന് ഇവിടെ ജയിച്ചു കയറാനാകുന്നത്. പിന്നീട് 2014 2019 2014 മുല്ലപ്പള്ളിയും 2019 K മുരളീധരനും ജയിച്ചു കയറുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടുത്തെ ട്രെൻഡ് മുരളി ജയിക്കും തന്നെ, വേറെ എന്ത് ജയിക്കും. പക്ഷേ ടീച്ചറമ്മ എന്ന് പറയുന്ന ഒരു ജനകീയ ഇമേജാണല്ലേ മുന്നോട്ട് വെച്ചത്, എന്താ തോന്നുന്നത്? ടീച്ചറമ്മ TPക്ക് എതിരായിട്ട് സംസാരിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ RMPൻ്റെ വോട്ട് എന്തായാലും കൂടുതലായിട്ട് മുരളിക്ക് തന്നെ കിട്ടും. അതേപോലെ തന്നെ CPM നിന്നും കുറച്ച് വോട്ട് മറിയും. നമ്മളിപ്പോഴുള്ളത് ഏറാമല ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ഓർക്കാട്ടേരി ടൗണിലാണ്. ഓർക്കാട്ടേരി ടൗണിലെ അഭിപ്രായങ്ങളാണ് ഓട്ടോ ഡ്രൈവർമാരോട് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. RMP എന്ന് പറഞ്ഞൊരു പുതിയൊരു പാർട്ടി ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ നിഷ്പക്ഷമായി നിൽക്കുന്ന വോട്ടുകൾ മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മുരളി ജയിക്കേണ്ട ഒരു ഇത് ഇവിടെ കാണുന്നത്. RMPൻ്റെ ശക്തി കേന്ദ്രം തന്നെ. പക്ഷേങ്കിൽ BJPക്കാർ മറച്ച് കുത്തിക്കില്ലെങ്കിൽ ശൈലജ് ടീച്ചർ ജയിക്കും. BJPൻ്റെ വോട്ട് അവിടെ നിർണ്ണായകം. ഇപ്പം സാമ്പത്തിക ടൈറ്റ് കൊണ്ട് പണി തീരെയില്ല. പിന്നെ സാധാ പണിക്കാർക്ക് പണിയുണ്ടെങ്കിൽ നമുക്ക് പണിയുണ്ടാവും. അതും അബദ്ധമല്ലേ? എന്താണ് തെരഞ്ഞെടുപ്പിൽ എന്താണ് തോന്നുന്നത്? തിരഞ്ഞെടുപ്പ് ഇപ്പം ജനങ്ങൾ വിലയിരുത്തുന്ന നമുക്ക് പണി വേണം, എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാനാവൂ. 2012 മെയ് 4 രാത്രി സ്കൂട്ടറിൽ സഞ്ചരിക്കവെയാണ് TP ചന്ദ്രശേഖരനെ ഇന്നോവ കാറിലെത്തിയ ഗുണ്ടാ സംഘം ഇവിടെ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഈ കൊലപാതകത്തിന് ശേഷം നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും TP വധക്കേസ് വലിയ ചർച്ചയായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വടകര മണ്ഡലത്തിൻ്റെ ഒരു കാഴ്ച കാണാനാവുന്നതാണ്. 2009 RMP രൂപീകരിക്കുന്നു. 2011 മത്സരിക്കുന്നുണ്ട്. പക്ഷേ വിജയത്തിലോ അല്ലെങ്കിൽ മറ്റുള്ള മുന്നണികളുടെ വിജയത്തിനോ ഒരു വലിയ സ്വാധീനം ചെലുത്തുന്നതിനൊന്നും തന്നെ സാധിക്കുന്നില്ല. പക്ഷേ 2012 TPയുടെ വധത്തെ തുടർന്നുള്ള പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ 2016 KK രമ മത്സരിക്കുന്നുണ്ട്. അപ്പോഴും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടിയാണ് UDFിന് പിന്തുണ RMP പ്രഖ്യാപിക്കുന്നത്. ഇതിനകത്ത് വലിയ തരത്തിലുള്ള ഒരു ഭൂരിപക്ഷം തന്നെ വർദ്ധിക്കുന്നത് K മുരളീധരൻ്റെത് കാണാവുന്നതാണ്. അതിനുശേഷമാണ് 2021 UDFിൻ്റെ പിന്തുണയോടുകൂടി KK രമ RMP സ്ഥാനാർത്ഥിയായി തന്നെ വടകരയിൽ ജയിച്ചു കയറുന്നത്. ശൈല ടീച്ചർ നോക്കുമല്ലോ, 12 ആളെ കൊന്നിട്ട് പിന്നെ ജയിക്കുന്നതായിരിക്കൂല. ഇതിപ്പം ഇത് മുറിച്ചിട്ട് എന്താവശ്യത്തിന് എങ്ങോട്ടൊക്കെയാണ് ഇത് പോകുന്നത്? ഭക്ഷണത്തിനായിട്ട് അന്യ സംസ്ഥാനങ്ങളിലേക്ക് കയറ്റി പോകുന്നു. ഇതിപ്പോൾ ഗുജറാത്തിലേക്കാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര എല്ലാ 2 സംസ്ഥാനങ്ങളിലേക്കും പോകുന്നുണ്ട്. മുരളീധരൻ ഭൂരിപക്ഷത്തോടെ ജയിക്കും. വടകര തോൽക്കും, ഉറപ്പാണ് തോൽക്കും. മരണത്തിൻ്റെ പോക്ക് കാണുന്നില്ലെങ്കിൽ മൊത്തം പ്രശ്നം ഇവിടെ. TP വധക്കേസിൽ 6 പ്രതികളുടെ ശിക്ഷ ഇരട്ട ജീവപര്യന്തമാക്കി ഉയർത്തിയതും KK കൃഷ്ണൻ, ജ്യോതിബാബു എന്നീ 2 CPM നേതാക്കൾ കുറ്റക്കാരെന്ന ഹൈക്കോടതി വിധിയും തന്നെയാണ് UDFിൻ്റെ പ്രധാന പ്രചരണായുധം. എന്താണ് വടകര ഇത്തവണത്തെ പ്രതീക്ഷ? 2ാമത് തവണയാണ്. ഇത്തവണ നല്ല ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ തവണത്തെ അതേ ട്രെൻഡ് നിലനിൽക്കുന്നു. അതിൽ കൂടെ വളരെയധികം ആവേശമുള്ള ഒരു ട്രെൻഡാണുള്ളത്. ഒന്ന്, ഇടതുപക്ഷത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ. 2, ഇന്ത്യയിൽ ഇത് ജനാധിപത്യത്തിൻ്റെ എന്താ പറയുന്നത് ഒരു ലാസ്റ്റ് ബസ്സാണത്. ഇത്തവണത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ ഒരു കാര്യം മനസ്സിലാവും. ജീവിച്ചിരുന്ന TP ചന്ദ്രശേഖരനേക്കാൾ ശക്തനാണ് മരണപ്പെട്ടു പോയ ചന്ദ്രശേഖരനെന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇത്തവണ മനസ്സിലാവും. കാരണം ഈ ഹൈക്കോടതി വിധി ഇരട്ട ജീവപര്യന്താണ് കൊലക്കേസ് പ്രതികൾക്ക് നൽകിയിട്ടുള്ളത്. കീഴ്ക്കോടതി വെറുതെ വിട്ട KK കൃഷ്ണനും ജ്യോതി ബാബുവും 2 പേരും CPMൻ്റെ ഉറച്ച നേതാക്കളും ഭാരവാഹികളാണ്. അവരെ കൂടെ കോടതി ശിക്ഷിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള പങ്കുണ്ട്. അപ്പുറത്തെ ശൈല ടീച്ചറാണ്, ഒരു ജനകീയ മുഖമാണ്. എന്ത് ജനകീയ മുഖമാണെങ്കിലും അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കൊലപാതകം നടത്തിയവരാണ്. ആ കൊലപാതകികൾ ഏത് രൂപത്തിൽ വന്നാലും ജനങ്ങൾ അതനുസരിച്ച് കൈകാര്യം.
അപ്പോൾ വോട്ട് ടീച്ചർക്കാണേ. ശൈലജ ടീച്ചർ വടകരയിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു. ഈ പ്രചാരണത്തിൻ്റെ തിരക്കിനിടെ ഭക്ഷണം കഴിക്കുന്നൊരു ഇടവേളയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു റൗണ്ട് പൂർത്തിയായോ? ഒരു റൗണ്ടെന്ന് വെച്ചാൽ എല്ലാ അസംബ്ലി മണ്ഡലത്തിലും എത്തിക്കഴിഞ്ഞിട്ടില്ല. കുറേയേറെ അസംബ്ലി നിയോജക മണ്ഡലത്തിലെത്തി. 2009 മുതലാണ് ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായ വടകരയ്ക്ക് ഇളക്കം തട്ടി തുടങ്ങുന്നത്. ആ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഇത്തവണ ആ വിധിയെഴുത്തായിരിക്കില്ല. വടകര നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമായിരിക്കും. TP കേസിലെ ഹൈക്കോടതി വിധിയാണ് പ്രധാനമായും UDF പ്രചാരണ ആയുധമാക്കുന്നത് വടകരയിൽ. ആ വിധി തിരിച്ചടിയാകുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് ഒരുപാട് തവണ മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അത് തന്നെ ചോദിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യകത ഇപ്പോഴില്ല. ഇതുപോലുള്ള ഒട്ടേറെ ദുഃഖകരമായ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പല ഭാഗത്തും പലർക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ ആ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതുമാത്രം ചർച്ചാ വിഷയമാക്കുമെന്ന് കരുതുന്നത് ശരിയല്ല. ഇത് CPIMൻ്റെ ഒഞ്ചിയം രക്തസാക്ഷി മണ്ഡപമാണ്. വടകരയെ സംബന്ധിച്ച് ഒഞ്ചിയം എന്നത് കേവലം ഒരു സ്ഥലനാമം മാത്രമല്ല. ജന്മിത്വത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച ധീരന്മാർ ചോരയാൽ ചരിത്രം രചിച്ച നാടാണ്. വടകരയിലെ ജയിൽ ഭിത്തിയിൽ സ്വന്തം ശരീരത്തിൽ നിന്നും വാർന്നൊലിച്ച ചോര കൊണ്ട് ചുറ്റിക അരിവാൾ വരച്ച മണ്ടോടി കണ്ണൻ്റെ നാട്. ഇത് ഒഞ്ചിയത്തെ CPI രക്തസാക്ഷി മണ്ഡപം. വെടിവെപ്പിനിടെ മരിച്ച 8 പേരും ലോക്കപ്പ് മർദ്ദനത്തിനിടെ മരിച്ച 2 പേരും അടങ്ങുന്ന 10 രക്തസാക്ഷികൾ കർഷക പ്രസ്ഥാനത്തെ സംബന്ധിച്ചും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചും വളരെ നിർണായകമാണ്. മണ്ടോടിക്കണ്ണൻ രക്തസാക്ഷി ദിനം CPIയും CPMും സംയുക്തമായും വേറിട്ടുമെല്ലാം പല ഘട്ടങ്ങളിലായി ആചരിക്കാറുണ്ട്. RMP കൂടെ മണ്ടോടിക്കണ്ണൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെ പിൻഗാമികളായി എത്തിയിരിക്കുകയാണ്. വടകര ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ തന്നെയാണ് മണ്ടോടിക്കണ്ണൻ ദിനം എത്തിയതെന്നുള്ള യാദൃശ്ചികതയും. മണ്ടോടിക്കണ്ണന്റെ 75ാമത് രക്തസാക്ഷി ദിനം RMPI സമുചിതമായി നടത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, RMPIയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വമ്പിച്ച പ്രകടനം ഈ വാഹനത്തിന്റെ RMPI സഖാവ് മണ്ടോടിക്കണ്ണൻ ദിനം ആചരിക്കുകയാണ്. 2019 RMP UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. വീണ്ടും ഒരു വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുകയാണ്. UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്ന അതേ സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. എങ്ങനെയാണ് ഒരു ജന്മിത്വത്തിനെതിരെ പോരാടി മരിച്ച ഒരാളുടെ രക്തസാക്ഷി ദിനം ആചരിക്കുന്ന വേളയിൽ തന്നെ അത്തരമൊരു കാര്യത്തെ വിശദീകരിക്കാനാവുക? ആ ജന്മിത്വത്തിനെതിരെ പോരാടി മരിച്ച ഒഞ്ചിയം രക്തസാക്ഷികളുടെയും മണ്ടോടിക്കണ്ണൻ്റെയും പിന്മുറക്കാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് നമ്മുടെ രാജ്യത്തെ ഫാസിസത്തിന് പണയം വെക്കുന്നതിനെതിരെ, നമ്മുടെ കേരളത്തെ ഫാസിസത്തിന് പണയം വെക്കുന്നതിനെതിരെ ജനാധിപത്യ മതേതര രാഷ്ട്രം പുലർന്നു കാണാൻ നമ്മുടെ നാട്ടിൽ എല്ലാ മനുഷ്യർക്കും നിർഭയമായി ജീവിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാകണം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ ഹൈക്കോടതി വിധി വന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. ഈ വിധി എത്രമാത്രം നിർണായകമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലെന്നാണ് കരുതുന്നത്? തീർച്ചയായിട്ടും TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിന് ശേഷം ഒഞ്ചിയത്ത് അല്ലെങ്കിൽ വടകരയിൽ CPM തിരിച്ചു വന്നിട്ടില്ല. അതിനുശേഷം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ ഉള്ളൂ. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ 3 വർഷം ടേമായിട്ട് തുടർച്ചയായിട്ട് CPM പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. നിലവിലുള്ള വിചാരണ കോടതി ശിക്ഷിച്ച ആളുകൾക്ക് പുറമെ 2 ഗൂഢാലോചനയിൽപ്പെട്ട ആളുകളെ കൂടി ശിക്ഷിച്ചിരിക്കുന്നു. വടകരയിൽ എന്താണ് പ്രതീക്ഷ? വടകരയിൽ ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങ് ചെയ്യും. ആര് ജയിക്കും തോന്നുന്നു? അതൊന്നും ഞങ്ങൾ അറിയില്ല. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടൊക്കെ തുടങ്ങി കഴിഞ്ഞു. നമുക്കൊന്നും പറയാനില്ല കേട്ടോ, രാഷ്ട്രീയം നമുക്കൊന്നും പറയാനില്ല. നമ്മളൊന്നും അങ്ങനെ അതിൻ്റെ ആളല്ല. നമ്മളൊന്നും അറിയുന്നില്ല. വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ടോ? വോട്ട് ചെയ്യാറുണ്ട്. ആര് ജയിക്കുന്ന തോന്നുന്നത്? അത് ഉറപ്പില്ല. ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ ജയിക്കുന്നതാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധി ബാധിക്കില്ലേ ഇവിടെ? വടകര തെരഞ്ഞെടുപ്പൊക്കെ എവിടെ എത്തി? നമ്മളെ പഠിക്കലെത്തിയിട്ടുണ്ട്. എന്താണ് ഇവിടെ വടകരയിലൊരു സ്ഥിതി എന്താണ്? ആര് ജയിക്കും? അയ്യോ, രാഷ്ട്രീയമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അറിഞ്ഞൂടാ.
അതൊന്നും എനിക്കറിഞ്ഞൂടാ. അതോടെ പറഞ്ഞ പോലെ ഞാനിത് വിൽക്കും പോയിട്ട് പോകും. അതൊന്നും അറിഞ്ഞൂടാ അവേ. അല്ല ഇവര് ജയിച്ചു പോയിരുന്ന കാര്യം കോൺഗ്രസ് ജയിച്ചു പോയിട്ട് വിലക്ക് വാങ്ങാൻ അങ്ങ് BJP നിൽക്കുന്നുണ്ടല്ലോ. വടകര ശൈലജ ടീച്ചർ. പക്ഷേ ഇപ്രാവശ്യം BJPക്ക് നല്ലൊരു വോട്ട് പ്രതീക്ഷയുണ്ട് ഇവിടെ. എന്നാൽ 51 വെട്ട് ജനങ്ങളെ മനസ്സെന്തായിക്കില്ല, ഇതുവരെ പോയിക്കില്ല. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു ചെറിയ പയ്യൻ, എൻ്റെ മോൻ്റെ വയസ്സുണ്ടായില്ല, വെച്ച സിദ്ധാർത്ഥൻ. രണ്ട് ശൈലജ ടീച്ചറിന് ജയിക്കും. കുറേ ജയിക്കാനാ മുരളിയാ പിന്നീട് കൂടെ എന്തിനു പറ്റൂ? ഒരു ബസ്സിനും പറ്റുമല്ലോ കേരളത്തിൽ, ഒന്നിനും പറ്റുമല്ല. പിന്നെ BJP ജയിക്കുന്നത് അറിയാത്ത പൈസ അത് കിട്ടുമ്പോൾ വാങ്ങുക. നിയമമൊന്നുമില്ല, പെൻഷൻ തരുവേ നമുക്ക്. സർക്കാർ കിട്ടുമ്പോൾ സർക്കാരിന്റെ നമുക്ക് തരൂ. അതല്ല ഇപ്പൊ കയ്യിൽ കുറച്ചേരം പറയുന്നത് അല്ലല്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ കൊല്ലം 18 മാസം ബാക്കിയുണ്ടായിട്ട് 4 ലക്ഷം വേണ്ടിയിരിക്കാനാ. UDF ഭരിക്കുമ്പോൾ 18 ദിവസം പെൻഷൻ അന്ന് 600 രൂപ, ഇന്ന് 600 രൂപ പോരെ കൊണ്ട് തരുന്നുണ്ട്. TP വധത്തെ തുടർന്ന് CPIM-ൽ നിന്നും അകന്ന വോട്ടുകൾ അടുപ്പിക്കാൻ ടീച്ചറമ്മയിലൂടെ ഇടതുപക്ഷത്തിനാകുമോ? BJP നേടുന്ന വോട്ടുകൾ ആരുടെ വിജയത്തെയാവും സ്വാധീനിക്കുക? TP വധക്കേസിലെ ഹൈക്കോടതി വിധിയും ഒപ്പം RMPയുടെ പിന്തുണയും ഇത്തവണയും UDF-നെ സഹായിക്കുമോ? ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വടകര സാൻഡ് ബാങ്കിലെ തിരകൾ പോലെ അത്ര ശാന്തമല്ല. വടകര ജയിച്ചു കയറാൻ ചുഴികളും കയവും കടക്കേണ്ടതുണ്ട് ഏതു മുന്നണിക്കാണെങ്കിലും.